ഇന്നലെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നല്ലോ, സ്കൂളൊന്നും ഇല്ലായിരുന്നതുകൊണ്ടേ. അപ്പോൾ ഉച്ച കയറിയപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പായി കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കും പിള്ളേരൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് തേങ്ങ കൊണ്ട് ഒരു ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാവുന്നേ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലുണ്ട് നമ്മൾ കൊപ്ര തേങ്ങ എടുക്കണം. ഈ കൊപ്ര തേങ്ങ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ ചീനച്ചട്ടിക്കകത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കരുത്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതൊരു ബ്രൗൺ കളറിലേക്ക് പതുക്കെ പതുക്കെ മാറും. ഒരു സൗണ്ട് കേൾക്കും തേങ്ങ ഇങ്ങനെ പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ നല്ലോണം മൂത്തു എന്നാണ് അർത്ഥം. പണ്ടുള്ള ആൾക്കാർ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് നമുക്ക് നമ്മുടെ തീക്കനലിട്ട് പൊള്ളിച്ചെടുക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് അരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്ന ജാറില്ലേ, അതിനകത്തിട്ട് 2-3 കറക്ക് കഴിയുമ്പം അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അതേ ചെനിച്ചട്ടിക്കകത്ത് തന്നെ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ പത്തരമുളകും ഉള്ളിയും ഇഞ്ചിയും കല്ലുപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാൽ നല്ലവണ്ണം മൂത്ത മണമൊക്കെ വരും അന്നേരത്തേനും. അപ്പം എന്നിട്ട് നമ്മുടെ തേങ്ങായ്ക്കകത്തിട്ട് ഒരു സ്വല്പം വാളംപുളി ഇടുക. എന്നിട്ട് നമ്മൾ മൂപ്പിച്ചത് സാധനങ്ങൾ മൊത്തം അതിനകത്ത് ഇടുക. ഇത് നല്ല എല്ലാം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് അരച്ച് വരാൻ പാടാണ്. പണ്ടൊക്കെ ഇത് കൊണ്ടുപോയി കല്ലിൽ ഇങ്ങനെ അരയ്ക്കുക. അപ്പം തൊട്ട് കുറച്ച് വെള്ളം തൊട്ട് നമ്മൾ അരയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ കറക്കുന്നത് കൊണ്ട് ഒരു അല്പം വെള്ളം ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു വരും. അല്ലെങ്കിൽ ഇത് അരയാതെ കിടക്കും. അപ്പം വെളിയിൽ ശരിക്കും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചമ്മന്തി സാധാരണ ഇപ്പോൾ സ്പൂൺ കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ഇളക്കുന്നത്. പക്ഷേ ഈ ചമ്മന്തി സ്പൂൺ കൊണ്ട് ഇളക്കരുത്, നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. പണ്ടുള്ള അമ്മച്ചിമാർ ഇങ്ങനത്തെ ചമ്മന്തി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ നന്നായിട്ട് അത് വടിച്ചെടുത്ത് അത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഉണ്ടയാക്കിയാണ്. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ചമ്മന്തിക്ക്. പിന്നെ ഉപ്പ് വേണ്ടവർക്ക് ആവശ്യത്തിന് ഉപ്പും വേണേൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ കൊടുത്താൽ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ചോറുണ്ണും. വളരെ ടേസ്റ്റാണ്.